നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ ആ രാജ്യത്തിന്റെ ജനങ്ങളുടെയും രാജ്യത്തിന്റെയും ഉന്നമനത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയ വേർതിരിവുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് അനിവാര്യവുമാണ്. എന്നാൽ മറ്റു ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്ത് പ്രതിഷേധം എന്ന പേരിൽ എഴുതി തള്ളാൻ കഴിയില്ല. ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിഷ്ഠയെ ഉയർത്തിപ്പിടിക്കുന്ന വേദികളിൽ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എത്രത്തോളം ഉചിതമാണെന്ന ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഉച്ചകോടിയിൽ കോൺഗ്രസ് കാണിച്ച ഉളുപ്പില്ലാത്ത പ്രവർത്തികൾ അടുത്തിടെ സംഘടിപ്പിച്ച ഉച്ചകോടി രാജ്യത്തിന് വലിയ അഭിമാനമായി മാറിയിരുന്നു. ലോകത്തിലെ പ്രമുഖ നേതാക്കളും സാങ്കേതിക വിദഗ്ധരും ഒരുമിച്ചെത്തിയ ഈ വേദി ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റവും നയതന്ത്ര ശക്തിയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിച്ച മുഹൂർത്തമായിരുന്നു. ഇത്തരം വേദികളിൽ ദേശീയ ഐക്യവും ഉത്തരവാദിത്വവും അനിവാര്യമാണ്. ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിപ്പ് ഉച്ചകോടിക്കിടെ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 7 പേരെ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ചിബിനെ കഴിഞ്ഞ രാത്രി മുതൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് രാഷ്ട്രീയ വിമർശനങ്ങളും പ്രതികരണങ്ങളും ശക്തമായി ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതാണ് എന്നും ആരോപിച്ചു. എന്നാൽ മറുവശത്ത് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ അഭിമാനത്തെയും അന്താരാഷ്ട്ര പ്രതിച്ഛായയെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അനുവദിക്കാനാകില്ല എന്നും നിയമം ലംഘിക്കുന്ന ഏത് നടപടിയെയും ശക്തമായി നേരിടേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും BJP വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇന്ത്യയെ ആഗോളവേദിയിൽ ശക്തമായ സാന്നിധ്യമായി മാറ്റി എന്നതാണ് BJPയുടെ വാദം. G20 ഉച്ചകോടി മുതൽ വിവിധ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ വരെ ഇന്ത്യ വിജയകരമായി സംഘടിപ്പിച്ചതായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഉച്ചകോടിയും അതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരമൊരു വേദിയിൽ രാഷ്ട്രീയ പ്രതിഷേധം നടത്തുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നതാണെന്ന് BJP ആരോപിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രതിഷേധം ഒരു അവകാശമാണ്. എന്നാൽ അതിന് സമയം, സ്ഥലം, രീതികൾ എന്നിവയ്ക്കൊരു പരിധിയുണ്ട്. ലോക നേതാക്കൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര വേദിയിൽ പ്രതിഷേധം നടത്തുന്നത് രാഷ്ട്രീയ ഭിന്നതകൾ രാജ്യത്തിന്റെ ആകെ താല്പര്യങ്ങളെ മറികടക്കരുതെന്ന അടിസ്ഥാന തത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പ്രതിപക്ഷമെന്ന നിലയിൽ സർക്കാരിനെ വിമർശിക്കുക സ്വാഭാവികമാണെങ്കിലും ഇന്ത്യയുടെ അഭിമാനവും മൂല്യങ്ങളും സംരക്ഷിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംയുക്ത ഉത്തരവാദിത്വമാണ്. അറസ്റ്റ് നടപടി ശരിയായ നിയമപരമായ നടപടിയാണെന്ന് BJP വിലയിരുത്തുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും അന്താരാഷ്ട്ര പ്രതിച്ഛായയും കാത്തു സൂക്ഷിക്കുന്നതിന് കർശന നടപടി അനിവാര്യമാണെന്ന നിലപാടിലാണ് അവർ. രാജ്യത്തിന്റെ പുരോഗതിക്കും ആഗോള അംഗീകാരത്തിനും മുൻഗണന നൽകുന്ന സമീപനം തുടർന്നും ആവശ്യമാണെന്നും അവർ വ്യക്തമാക്കും. രാഷ്ട്രീയ ഭിന്നതകൾ എത്ര ശക്തമായാലും ദേശീയാഭിമാനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏകകണ്ഠമായ നിലപാട് അനിവാര്യമാണ് എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് ഉയരുന്ന പ്രധാന സന്ദേശം. ഇന്ത്യയുടെ വളർച്ചയും ലോകവേദിയിലെ ഉയർച്ചയും രാഷ്ട്രീയ തർക്കങ്ങളുടെ ഇരയാകാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വലിച്ചുകീറി നഗ്നമാക്കി പ്രദർശിപ്പിക്കുന്നത് ഉളുപ്പില്ലായ്മയാണ് എന്ന് മാത്രമേ കോൺഗ്രസിനോട് പറയാൻ കഴിയൂ.